ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ അക്വേറിയസിന് വേണ്ടിയിട്ട് ഒരു കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസനേറ്റ് ആവില്ല. ഇതൊരു വാലന്റൈൻ സ്പെഷ്യൽ റീഡിംഗ് കൂടിയുമാണ്. അപ്പോൾ ഈ വീഡിയോനെ സ്റ്റാർട്ട് ടു ഫിനിഷ് വരെ എൻഡ് വരെ നോക്കുക. എന്താ വെച്ചാൽ ഇതിൽ ഒരു സ്പെഷ്യൽ മെസ്സേജ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇത് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡന്റ് സൈൻ, നക്ഷത്രം എല്ലാത്തിനെ കവർ ചെയ്യണ റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ എന്താ സൺ സൈൻ, മൂൺ സൈനിൽ എക്വേറിയസ് ഉണ്ട് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാം. അതല്ലാണ്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നത് എടുക്കുക, റെസനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോൾ ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ റെസനേറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. റീഡിങ് ചെയ്യണം മുമ്പേ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ മെമ്പർ ആവണം. ആ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് വരണേന്ന് റീഡിങ്ങിൽ നോക്കാം. അപ്പോൾ അക്വേറിയസ്, എന്താണ് നിങ്ങളുടെ ഫെബ്രുവരി മാസത്തിൻ്റെ എനർജീന്ന് നമ്മൾക്ക് നോക്കാം. ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് വരണത് 8 ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 4 ഓഫ് സോഡ്സ്. എന്താണ് നിങ്ങളുടെ രണ്ടാളുടെയും കറൻറ്റ് സിറ്റുവേഷൻ ഇപ്പോഴത്തെ? 2 ഓഫ് സോഡ്സ്. പാസ്റ്റിൽ എന്താ ഉണ്ടായ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്? പാസ്റ്റിൽ ഉണ്ടായ സ്റ്റാർ. ഇത് ആക്ച്വലി എക്വേറിയസ് എനർജി തന്നെയാണ്. അപ്പോൾ എക്വേറിയസ്, ഞാനിവിടെ കാണുന്നത് കറൻറ്റ് സിറ്റുവേഷൻ, നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു ചോയ്സ് എടുക്കാണ്ട് നിങ്ങൾ രണ്ടാളും കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പോൾ ഫ്യൂച്ചർ എന്താ ഉണ്ടാവുകയെന്ന് അറിയില്ല. പ്രാക്ടിക്കലി വിചാരിക്കുമ്പോൾ കാര്യങ്ങൾ വർക്കൗട്ട് ആവില്ല എന്നായിരിക്കും തോന്നുന്നുണ്ടാവുക. പക്ഷേ ഇമോഷണലി ഈ സിറ്റുവേഷനെ ലെറ്റ് ഗോ ചെയ്യാനും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് നിങ്ങൾ രണ്ടാളും. ഒന്നും എന്താ ഫ്യൂച്ചറിൽ വരാൻ പോണെന്ന് മനസ്സിലാവണില്ല, എന്താ ചെയ്യണ്ടതെന്നും അറിയണില്ല. പാസ്റ്റിൽ ഞാൻ കാണുന്നത് സ്റ്റാർ എനർജിയാണ്. അപ്പോൾ പാസ്റ്റിലും ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. പക്ഷേ അതിൽ നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റി. പാസ്റ്റിൽ ഇഷ്യൂസ് ഉണ്ടായാലും ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു അത് കാര്യങ്ങൾ ശരിയാവുമെന്ന്. ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു അത് ഇതൊക്കെ ഫ്യൂച്ചറിൽ വർക്കൗട്ട് ആവും, എന്തെങ്കിലും ഒരു വഴി കാണും. അപ്പം അങ്ങനെ ഒരു മനസ്സിലൊരു എന്താ പറയുക, ഒരു പോസിറ്റീവായി ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഞാൻ കാണുന്നത് ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റിയില്ല. നിങ്ങളുടെ ഓവറോൾ എനർജി 8 ഓഫ് സോഡ്സ് ആണ്. അപ്പം നിങ്ങളും ഒരു ഹെൽപ്ലെസ് ആയിട്ടാണ് ഫീൽ ചെയ്യണത് ഈ സിറ്റുവേഷനിൽ. ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു ഫീലിംഗ്. ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ടുപോയി, അങ്ങനെ ഒരു സ്റ്റക്കപ്പായി പോയി, അങ്ങനെ ഒരു എനർജി. ഈ പേഴ്സൻ്റെ എനർജിയിൽ 4 ഓഫ് സോഡ്സ് ആണ്. ഇവരും ഒരു സെപ്പറേറ്റഡ് എനർജിയിലാണ്. നിങ്ങൾ രണ്ടാളും ഇപ്പം നോ കോണ്ടാക്റ്റിലാണ് വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും മുമ്പോട്ടേക്ക് പോകുന്നില്ല. അപ്പം എന്താണ് ഈ സിറ്റുവേഷൻ? ഈ കറൻറ്റ് സിറ്റുവേഷനിൽ 2 ഓഫ് സോഡ്സ് എന്താണ്? ഏസ് ഓഫ് വാൻഡ്സ് ഉണ്ട്. അപ്പോൾ എന്തോ ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ട് നിങ്ങൾ രണ്ടാളും. ഇവിടെ എന്തോ ഒരു തീരുമാനം വരുന്നുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ രണ്ടാളുടെയും ഈ സിറ്റുവേഷനിൽ പുറത്തു വരണ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത്. എന്തോ ഒരു മാറ്റം ഞാൻ കാണുന്നുണ്ട്. പാസ്റ്റിൽ എന്താ ഉണ്ടായി? ഈ സ്റ്റാർ എനർജി എന്തുകൊണ്ടാണ് ഇവിടെ കാണുന്നത്? പാസ്റ്റിൽ 8 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ അതിന്ന് ഓവർകം ചെയ്യാൻ തീരുമാനിച്ചു. ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്നു. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയണ്ടായിരുന്നു എവിടെയോ അത് ശരിയാവും, എപ്പോഴെങ്കിലും നമ്മളുടെ ഈ സിറ്റുവേഷനിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഈ പേഴ്സൻ്റെ എനർജിയിൽ എന്താണ് ഈ 4 ഓഫ് സോഡ്സ് കാണുന്നത്? ഈ പേഴ്സൺ ആക്ച്വലി സ്റ്റാഗ്നൻ്റ് ആണ്. ഇപ്പോൾ അവർക്ക് ഒന്നും മനസ്സിലാവണില്ല എന്താ വേണ്ടതെന്ന്. കുറച്ച് സമയം എടുക്കുന്നുണ്ട് കാര്യങ്ങൾ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ. നിങ്ങളുടെ എനർജിയിൽ എന്താണ് 8 ഓഫ് സോഡ്സ്? ഇവിടെ
നിങ്ങളുടെ എനർജിയിലെ ലവേഴ്സ് ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ഈ പേഴ്സൺ കുറേ ഇഷ്ടമാണ്, പക്ഷേ എവിടെയോ ഇവിടെ ഒരു ചോയ്സിൻ്റെ എനർജിയും കാണാണ്ട്. അപ്പോൾ എക്വയറീസ് നിങ്ങൾക്കൊരു ചോയ്സ് എടുക്കാണ്ട് പക്ഷെ എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ചോയ്സ് എന്താണ് ഇവിടെ ആക്ച്വലി പ്രശ്നം? നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ബ്ലോക്ക് ഉള്ളത്? ഇവിടെ എന്താണ് പ്രശ്നം ഉള്ളത്? നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് പ്രശ്നം പേജ് ഓഫ് കപ്സ് ആയിട്ടാണ് വന്നിരിക്കണേ. എന്താണ് ഈ പേജ് ഓഫ് കപ്സ് ഇവിടെ? ഹെർമിറ്റ്. അപ്പോൾ എന്തോ ഇവിടെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഒരു റെവലേഷൻ ഉണ്ടായി, എന്തോ കാര്യങ്ങൾ പുറത്തു വന്നു. ഇല്ലച്ചാൽ നിങ്ങൾ രണ്ടാളും സംസാരിക്കുമ്പോൾ എന്തോ നിങ്ങൾക്ക് ശരിയായില്ല എന്ന് തോന്നി. എന്തോ ഒരു ഷോക്കിംഗ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. അതുകൊണ്ട് ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കണോ? നിങ്ങൾ രണ്ടാൾക്കും ഫീലിങ്സ് ഉണ്ട്, ഇവിടെ ലവ് ഉണ്ട്, പക്ഷെ എന്തോ വേറെ പ്രശ്നം കാരണം നിങ്ങൾ രണ്ടാളും ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ്. ആൻഡ് ഇതുണ്ടായത് കുറേ ഒരു സഡൻ വേയിലാണ്. പറഞ്ഞാൽ രണ്ടാളും ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഇതുണ്ടായത്. അപ്പോൾ ഒരു ഷോക്കിംഗ് ചേഞ്ച്, ഒരു സിറ്റുവേഷനിൽ എന്തോ ഒരു മാറ്റം വന്നിരിക്കണോ? അപ്പോൾ ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഇവരുടെ കറണ്ട് ഫീലിങ്സ് ക്വീൻ ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഇവരിപ്പോൾ ഒരു ക്ലിയർ ആയി ഡിസിഷൻ എടുക്കാൻ നോക്കണു. ഈ സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ ഒരു വഴക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സെപ്പറേഷൻ, ഒരു നോ കോണ്ടാക്ട്. ഈ പേഴ്സൺ അവരുടെ ഫീലിങ്സ് തുറന്ന് പറയാൻ റെഡി അല്ല, പക്ഷെ അവരുടെ മനസ്സിലിപ്പോൾ ഒരു ചോയ്സാണ് അവർ എടുക്കാൻ നോക്കണത്. ഇത് ഫ്യൂച്ചറിൽ വർക്കൗട്ട് ആവോ ഇല്ലേന്നാണ് അവരിപ്പോൾ ഡിസൈഡ് ചെയ്യാൻ നോക്കണത്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ്? നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 5 of Wands ആണ്. കുറേ കോൺഫ്ലിക്റ്റ് ഉണ്ട് മനസ്സിൽ. ചില സമയത്ത് നിങ്ങൾക്ക് തോന്നും ഇത് വർക്കൗട്ട് ആവും, പിന്നെ തോന്നും വർക്കൗട്ട് ആവില്ല. ഇവിടെ ഒരു കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. പൈസയുടെ പ്രശ്നമായിരിക്കാം, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആവാം. അതല്ലച്ചാൽ ഇവിടെ വേറെ ആൾക്കാർ ഈ സിറ്റുവേഷനിൽ ഇൻ്റർഫിയർ ചെയ്യാൻ എനർജി ഉണ്ട്. 6 of Pentacles. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ പേഴ്സൺ അങ്ങനെ ഒരു എഫേർട്ട് മുഴുവൻ ഇടില്ല ഈ റിലേഷൻഷിപ്പിൽ. എന്താ വെച്ചാൽ അവരുടെ ശ്രദ്ധ വേറെ എവിടെയോ, അവർ വേറെ എവിടെയാണ് എഫേർട്ട് ഇടണേ. ഇപ്പോൾ ഇവിടെ വേറൊരു തേർഡ് പാർട്ടി ഉണ്ട് വെച്ചാൽ അവർ അവിടെയാണ് കൂടുതൽ എഫേർട്ടും എല്ലാം ഇടണേ, എനർജി ഇടണേ. അതിൻ്റെ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവും. അപ്പോൾ എന്താണ് ഇവിടെ ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഉള്ളത്? ഇൻറ്റൻഷൻ ഞാൻ കാണുന്നത് വെയിറ്റ് ചെയ്യണ ഇൻറ്റൻഷനിലാണ് ഇവർ. മേ ബി അവർ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ എന്തായാലും അവരുടെ മനസ്സിൽ കുറേ കൺഫ്യൂഷനാണ്. ഇവിടെ 7 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ എങ്ങനെയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം, നമ്പർ 7. പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് ഈ പേഴ്സൺ ഇപ്പോൾ എന്തായാലും ഒരു തീരുമാനം അവർക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യണോ കുറച്ചൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഉടനെ ഈ സിറ്റുവേഷനിൽ ക്ലാരിറ്റി വേണം. എന്താ വെച്ചാൽ നിങ്ങൾ റെസ്റ്റ്ലെസ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. നിങ്ങൾക്ക് അത്ര സമയമില്ലാത്ത മാതിരി. നിങ്ങൾക്കിപ്പോൾ വെയിറ്റ് ചെയ്യണ്ടെന്നുണ്ട്, മുമ്പോട്ടേക്ക് പോവാൻ നിങ്ങൾ തീരുമാനിച്ചു. പക്ഷേ ഇതിലൊരു ക്ലാരിറ്റി വന്നാൽ നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് പോവാമല്ലോ. പക്ഷേ ഇവിടെ ക്ലാരിറ്റി ഇല്ലാണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്താ വേണ്ടതെന്ന്. അപ്പോൾ എന്താണ് ഇവിടെ ഈ പേഴ്സൻ്റെ ആക്ഷൻ, ഫ്യൂച്ചർ ആക്ഷൻ എന്താ വെച്ചാൽ അവർ വെയിറ്റ് ചെയ്യും. അവർ ശരിയായ സമയത്ത് ഒരു തീരുമാനം എടുക്കും എന്ന് വിചാരിച്ചിട്ടാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ഒരു ഡെസ്റ്റിനിയുടെ കാർഡാണ്. എവിടെയോ അവർ പാസ്റ്റിൻ്റെ എന്തോ ഒരു സൈക്കിൾ ക്ലോസ് ഔട്ട് ചെയ്തിട്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാനുള്ള പ്ലാനാണ് ഇവിടെ. മുമ്പോട്ടേക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതല്ല വെച്ചാൽ ഇവിടെ എന്തോ ഒരു ട്രാവൽ എനർജി കാണാണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളും ഒരു ലോങ് ഡിസ്റ്റൻസിലാണ് വെച്ചാൽ അവർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള പ്ലാൻ ആയിരിക്കാം. ഈ നിങ്ങളുടെ എന്താണ് ആക്ഷൻ? നിങ്ങളൊന്നും ആക്ഷൻ എടുക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ 4 of Pentacles ആണ്. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഈ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഇരിക്കണേ. ഇവിടെ ആദ്യം ഒരു ട്രാവൽ എനർജി കാണാണ്ട്. പക്ഷെ കിങ് ഓഫ് കപ്സ് ഒരു ഇമോഷണൽ സ്റ്റേബിലിറ്റിയുടെ എനർജിയാണ്.
ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. അപ്പോൾ 2 ആൾക്കാരെ കാണാണ്ട് ഇവിടെ ഒരു വാട്ടർ സൈൻ, പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ, ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഇവിടെ ഫാമിലി എനർജി കാണാണ്ട്. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി ഫാമിലി ആവാം, നിങ്ങളുടെ ഫാമിലി, അവരുടെ ഫാമിലി. അപ്പോൾ ആ ഫാമിലി ഇഷ്യൂടെ കാരണം നിങ്ങൾ 2 ആൾക്കും ഒരുമിച്ച് വരാൻ പറ്റില്ല. ഈ പേഴ്സൺ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് വേണം നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ഫാമിലീനെ കൺവിൻസ് ചെയ്യാൻ നോക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആവാം. എന്തായാലും ഇവിടെ ഔട്ട്കം എന്താണ്? ഔട്ട്കം ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. ഈ സിറ്റുവേഷനിൽ സമയം എടുക്കാൻ പോകുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ പേഴ്സൺ അങ്ങനെ ഉടനെ ഒരു ആക്ഷൻ എടുക്കാനുള്ള പ്ലാൻ ഇല്ല. ഉണ്ടെച്ചാലും കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോണത് അതിൻ്റെ ആ സമയത്തെ പോലൂ. 5 ഓഫ് കപ്സ്, ഇവിടെ ഒരു ലോസിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾ 2 ആൾക്കും ഒരു പേടി, ഇത് ശരിയാവില്ല വെച്ചാൽ നമ്മൾ എന്താ ചെയ്യാന്ന്, അങ്ങനത്തെ ഒരു പേടി, കുറേ ആങ്സൈറ്റി ഉണ്ട്, കുറേ അറിയാത്ത കാര്യങ്ങൾ, സീക്രറ്റിൻ്റെ എനർജി. 9 ഓഫ് പെൻറ്റിക്കിൾസ്, ഇപ്പോൾ ഒരു സിംഗിൾ എനർജിയിലാണ് നിങ്ങൾ 2 ആളും. പക്ഷെ എന്തോ ഇവിടെ ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരു മാതിരി ഒരു എനർജി ഉണ്ട്. നിങ്ങൾ 2 ആൾക്കും കുറേ ഫിയർ ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്. പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നില്ല ഈ മാസം എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ ഈ മാസം ആയിരിക്കില്ല ഉണ്ടാവുക. ഈ മാസം നിങ്ങൾക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ഇവിടെ ഈ പേഴ്സൻ്റെ മനസ്സിലുള്ളത്? ഐ ലവ് യു എന്നാണ് ഈ പേഴ്സൺ പറയണേ. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്തോ ഇവിടെ ഒരു തടസ്സമുണ്ട് നിങ്ങളെ 2 ആളുടെയും റിലേഷൻഷിപ്പിൽ. ഐ കുഡൻറ്റ് ലെറ്റ് യു ഗെറ്റ് ക്ലോസ് ടു മീ. ഐ വണ്ടർ ഇഫ് യു ആർ ഹാപ്പി വിതൗട്ട് മീ. അപ്പോൾ ഈ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളുടെ കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത്. പക്ഷെ എന്തോ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, നിങ്ങൾ 2 ആൾക്കും മുമ്പോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് നിങ്ങൾ വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട ഒരു പേഴ്സണൽ റീഡിങ് ബുക്ക് ചെയ്ത് നോക്കാം. അതിൽ കുറച്ചുകൂടിയും ഒരു ക്ലാരിറ്റി വരും. നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. പക്ഷേ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ ഞാൻ കുറേ ഫയർ സൈൻ ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ ഉണ്ട്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, വെർഗോ ഉണ്ട്, പൈസീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സയൻസ് ഇവിടെ ഉണ്ട്. ഈ സയൻസിൻ്റെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ആവണം എന്നില്ല, ഏതും സൈൻ വേണിച്ചാവാം. പക്ഷേ ഈ സയൻസ് ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാൻ പറയണു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.